ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിന്നൊരു നാടൻ വെണ്ടയ്ക്ക കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ വെണ്ടയ്ക്കക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 10-12 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ട് കഴുകാതിരിക്കുക. അതിന് മുമ്പ് തന്നെ നമ്മൾ കഴുകുക. അതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിതിലേക്ക് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവോള, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നമുക്ക് കുതിർത്തി എടുക്കണം. അതുപോലെ തന്നെ സവോളയും വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ പുളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വെണ്ടയ്ക്കയും സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെയാണ് സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി നമ്മൾ ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിലത്തെ പശുപശപ്പൊക്കെ പോയിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കുക. പിന്നെ അതൊന്നിങ്ങനെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വിടുക. എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ പശുപശപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. എണ്ണ നമുക്ക് കുറച്ചധികം വേണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിൽ കിടന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അധികം വേണം. അപ്പോൾ അതിന് വേണ്ടി ഒഴിച്ച് കൊടുത്തതാണ്. ഇനി സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. നമുക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ജീരകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കണില്ല. നമ്മൾ ഈ തേങ്ങ മാത്രമാണ് അരച്ചെടുക്കുന്നത്. ഇനി തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ സവോളയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാലക്കാടൻ വെണ്ടയ്ക്കപ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി അല്ല. അതുകൊണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയും സവോളയും പൊടികളും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി വല്ലാതെ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. തക്കാളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് 250 ml കപ്പിൽ 3/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ വെണ്ടയ്ക്ക് നമുക്ക് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തക്കാളിയുടെ ഒരു തൊലി ഒന്നും കൂടെ അതിന്ന് വിട്ട് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് പുളി ചേർത്ത് കൊടുക്കാം. പുളി ഒരുപാടായി കഴിഞ്ഞാൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക പുളിയൊക്കെ.
പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിൽ നമ്മൾ ചെറിയ ജീരകമോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്ക കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടുക് ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ആ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.